ആറ്റുകാൽ പൊങ്കാലയിൽ ഇടത് മന്ത്രിമാർ ആചാരങ്ങളെ അവഹേളിച്ചതായി ആക്ഷേപം. പണ്ടാര അടുപ്പിൽ തീ പകർന്ന സമയത്ത് മുൻനിരയിലുണ്ടായിരുന്ന മന്ത്രിമാർ കൈകൂപ്പാതെ അലസമായി നിൽക്കുകയായിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവന്നു. ഭക്തരിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, VN വാസവൻ എന്നിവരാണ് പൊങ്കാലയ്ക്ക് എത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മാത്രമാണ് ഇടത് മന്ത്രിമാരുടെ ക്ഷേത്ര സന്ദർശനം എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇടത് മന്ത്രിമാർ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷേത്ര സന്ദർശനം നടത്തുന്നുണ്ട് പല ഉത്സവങ്ങളിലും. പക്ഷേ ഒന്ന് കൈകൂപ്പുകയോ വണങ്ങുകയോ ചെയ്യാതെ നിൽക്കുന്ന തരത്തിൽ, ഭക്തരെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പെരുമാറ്റം. ശബരിമലയിലൊക്കെ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയിലും ഇത്തരത്തിലുള്ള അതേ പെരുമാറ്റം തന്നെയാണല്ലേ ഇടതു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? രോഹിണി, സംസ്ഥാനത്തെ 3 മന്ത്രിമാരാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. VN വാസവൻ, GR അനിൽ, അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി, ഈ 3 മന്ത്രിമാരാണ് അവിടേക്ക് എത്തിയത്. ഈ പൊങ്കാല ചടങ്ങുകൾ നടക്കുകയാണ്. പണ്ടാരടപ്പിൽ തീ പകരുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ പൂർണ്ണമായും എല്ലാവരും ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, തൊഴുകൈകളോട് നിൽക്കുന്നു. ആ സമയത്താണ് 3 പേർ മാത്രം ഇത്തരത്തിൽ ഇതിലൊന്നും പെടാത്ത രീതിയിൽ മാറി നിൽക്കുന്നത്. അതിൽ GR അനിലിൻ്റെ തോളിൽ ചാരി നിൽക്കുകയാണ്, തോളിൽ കൈകിട്ട് നിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. തൊട്ടപ്പുറത്ത് മാറി തൊട്ടടുത്ത് തന്നെയായിട്ടാണ് VN വാസവൻ, അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയാണ്, വാസവൻ നിൽക്കുന്നത്. നമുക്ക് അറിയാം, ഇത് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻനിരയിലാണ്. ആ ദൃശ്യങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി നിൽക്കുക. ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഭക്തിയുടെ നിറവിൽ നിൽക്കുമ്പോൾ, തൊഴുകൈകളോടെ, നിറകണ്ണുകളോടെ നിൽക്കുമ്പോഴാണ് ഈ 3 മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിൽപ്പുണ്ട്, മേയർ VV രാജേഷ് നിൽപ്പുണ്ട്, സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനുണ്ട്. ഇവരെല്ലാവരും തൊഴുകൈകളോടെ ആ ആരാധനയെ, ക്ഷേത്രാചാരത്തെ, ചടങ്ങുകളെല്ലാം മാനിച്ചുകൊണ്ട് തൊഴുകൈകളോടെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇതിനൊന്നും പെടാത്ത രീതിയിലേക്ക് ഈ 3 മന്ത്രിമാർ നിൽക്കുന്നത്. ഇതാണ് വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ നേരിടുന്നത്. വ്യാപകമായിട്ട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിന് ഇത്തരത്തിൽ ആരാധനയും ആചാരങ്ങളെയും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇവിടെ പോകണം, അവിടെ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല എന്നടക്കമുള്ള കമൻറ്റുകളും നിരവധിയാണ് ഈ പോസ്റ്റിന് താഴെയെല്ലാം എത്തുന്നത്. നിരവധി പേർ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ ഇടത് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഇതിന് ആദ്യമായില്ല, നിരവധി തവണ ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് പോലും ഇത്തരത്തിൽ തീർത്ഥം വാങ്ങിയത് കളയുന്ന ഒരു മന്ത്രിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ പോയാൽ പോലും അവിടെ മുൻനിരയിൽ നിൽക്കുന്നതല്ലാതെ തൊഴുകാനോ അല്ലെങ്കിൽ അവിടെ വന്ദിക്കുവാനോ, ക്ഷേത്രത്തെ വന്ദിക്കുവാനോ ഒന്നും തയ്യാറാക്കാത്ത മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് ആറ്റുകാലം ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾ എത്തിയെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, വിമർശനങ്ങളായിട്ട് ഉയരുകയും ചെയ്തത്. എന്തായാലും ഈ 3 മന്ത്രിമാരുടെ സമീപനം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തെ 3 മന്ത്രിമാരാണ്, അതും ലക്ഷോപലക്ഷം ആളുകൾ എത്തുന്ന ഒരു വലിയ ഉത്സവം, നാടിൻ്റെ ഉത്സവം, അനന്തപുരിയുടെ ഉത്സവം, ഒരു നാടിൻ്റെ ഉത്സവത്തെ കേരള ജനത ഒന്നാകെ കൊണ്ടാടുന്ന ഒരു ഉത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത്. ഇങ്ങ് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് നിന്ന് വരെ അടക്കം, മഞ്ചേശ്വരത്ത് നിന്ന് അടക്കം നിരവധി പേരാണ് പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും ക്ഷേത്രത്തിൽ പങ്കെടുക്കുവാനും ദേവിയെ തൊഴുവാനും എല്ലാം എത്തുന്നത്. അപ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഈ മന്ത്രിമാർ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തങ്ങൾ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സമീപനം, വളരെ ഒരു നിസ്സംഗഭാവത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമീപനമൊക്കെ ഈ മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകുന്നത്. വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഇതിനൊക്കെ ഉയരുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എന്തുകൊണ്ട് ഇവരിതിനെ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്തിന് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വിശ്വാസമില്ലാത്തവർ അങ്ങനെ ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല, അവർ മാറി നിൽക്കണം, വിശ്വാസികൾ അവിടെ പോകട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ദിനത്തിലാണ് പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 3 മന്ത്രിമാർ ഈ ക്ഷേത്രാരാധനയെയും ആചാരങ്ങളെയും എല്ലാം അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടായിരിക്കുന്നത്. മറ്റ് അനുഷ്ഠാനങ്ങളോട് ഇത് കാണിക്കുമോ എന്നതടക്കമുള്ള ചില ചോദ്യങ്ങളും ചിലർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സംഭവത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രോഹിണി, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക്.